ഇന്ത്യൻ ടോപ്പ് ഗൺമാർക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സഫേദ് സാഗർ. ഞാനത് ആദ്യം വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇന്ത്യൻ സീരീസ് അല്ല, അതും അതിൻ്റെ ഏരിയൽ കോമ്പാക്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഒരു AI വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ മറ്റേ ഫ്ലൈറ്റ് പറത്തണതൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ട് ആദ്യം കാണണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കണ്ട ഒരു ഫ്രണ്ട് പറഞ്ഞു നന്നായിട്ടുണ്ട്, അങ്ങനെ കണ്ടു നോക്കിയതാണ്. സാധനം നല്ല അടിപൊളിയായിട്ടാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. നല്ല ഒരു വലിപ്പിക്കലും ഇല്ലാതെ ടു ദി പോയിൻ്റ്. ആ ഒരു കാർഗിൽ വാർ മാത്രമാണ് ഇവർ കാണിക്കുന്നത്. 99 നടന്നിട്ടുള്ള കാർഗിൽ വാർ. നമ്മൾ അതിൻ്റെ പല എക്സ്റ്റെൻറ്റുകളും ഇതിനു മുമ്പ് പല സിനിമകളായിട്ടും ഡോക്യുമെൻ്ററീസ് ആയിട്ടും ന്യൂസൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ന്യൂസിൽ കൂടെ നമ്മൾ മാത്രം കേട്ടിട്ടുള്ള കാര്യങ്ങളെ, റിയൽ ലൈഫായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ അതേപോലെ തന്നെ ഡെപ്പിക്റ്റ് ചെയ്യുന്നൊരു സീരീസാണ്. ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒന്നാമത് ഇതിൻ്റെ ഡ്യൂറേഷൻ 6 എപ്പിസോഡുള്ളൂ. ചില സീരീസുകളൊക്കെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതിപ്പോൾ ഇത്ര വലിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു മിനി സീരീസുകളുടെ കാര്യം പറയണത്, ഇത് മിനി സീരീസാണ്. ഇതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ആ ഒരു ബില്ലാറങ്ക കേസ് കാണിക്കുന്നൊരു സീരീസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അത് ഒട്ടും വലിപ്പിക്കലില്ലാതെ ടു ദി പോയിൻ്റ് ആ ഒരു കാര്യം മാത്രം കാണിച്ചൊരു സീരീസായിരുന്നു. ഈ വർഷത്തെ മികച്ച സീരീസുകളിൽ ഒന്നായിരുന്നു അത്. രണ്ടാമത്തെ ഇതെന്ന് പറയും. ഇതേപോലെ വേണമെങ്കിൽ ഇവർക്കൊരു 10 എപ്പിസോഡായിട്ടോ അറ്റ്ലീസ്റ്റ് ഒരു 8 എപ്പിസോഡൊക്കെ ആയിട്ടൊക്കെ വലിപ്പിക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ ഒരു 6 എപ്പിസോഡേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 6 എപ്പിസോഡിനുള്ള കഥ ഇതിലുള്ളൂ. ഇതിൽ അനാവശ്യമായിട്ടുള്ള ഒന്നുമില്ല. ടു ദി പോയിൻറ്റ്. ആ ഒരു മിഷൻ എന്താണെന്നുള്ളത് മാത്രം എനിക്ക് ഇതിൽ നമുക്ക് കാണിക്കുക. ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു എയർഫോഴ്സിൻ്റെ ആ ഒരു ഓപ്പറേഷനാണ് ഈ സഫേദ് സാഗർ എന്ന് പറയുക. സോ നമ്മുടെ കാർഗിൽ വാർ സമയത്ത് ഇന്ത്യയുടെ കുറേ പോസ്റ്റുകൾ പാകിസ്ഥാൻകാർ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. സോ നോർമലി അവർക്ക് ഹയർ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഹയർ ഗ്രൗണ്ട് ഉണ്ട്. സോ ഈ ഒരു പോസ്റ്റ് ഇന്ത്യ അബാൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇല്ലാത്ത സമയത്താണ് ഇവർ കയറി പിടിച്ചടക്കിയിട്ടുള്ളത്. സോ ആ സമയത്ത് ഈ ഇന്ത്യക്കാർ വരുന്ന സമയത്ത് ഇവർ മുകളിലാണ്, മലകളുടെ മുകളിലാണ്, ഹയർ ഒരു 10,000-3000 അടി മുകളിലൊക്കെയാണ്. സോ താഴെ നിന്ന് നമ്മുടെ ഇന്ത്യക്കാർ നോർമലി ആർമി കയറി വരികയാണെങ്കിൽ ഇവരെ സുഖമായിട്ട് വെടിവെച്ചിടാം. ഇവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ എവിടെ നിന്ന് വെടി വന്നു എന്ന് പോലും ഇവർക്ക് കാണാൻ പറ്റില്ല. കാരണം ഇവർ മുകളിലാണ്, മറ്റവർ താഴെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എയർഫോഴ്സ് എയർ സ്ട്രൈക്കിൽ കൂടെ ഇവരെ ബോംബിട്ട് തീർക്കുക എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് വരുന്നത്. അതിനുവേണ്ടി നടത്തുന്ന മിഷനാണ് അത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇത്രയും ഹയർ ആൾട്ടിറ്റ്യൂഡിൽ, ഇത്രയും വലിയ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് മിഷനാണ് അത്. നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് ചെയ്തത് എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്രൗഡ് മൊമെൻറ്റ് ചെറുതൊന്നുമല്ല. ആൻഡ് ഈ സീരീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യങ്ങളൊന്നിൽ, ഇതിൽ അനാവശ്യമായിട്ടുള്ള പ്രൊപ്പഗാൻഡയോ അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. റിയലായിട്ട് അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം. അതിലിപ്പോൾ ഈ എയർഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് മാത്രമാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ വെളുപ്പിക്കണമെന്നോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കറക്റ്റായിട്ട് നീറ്റായിട്ട് നടന്നിട്ടുള്ള ഇവൻറ്റ്സ് നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ഇതിൻ്റെ പുറകിലുള്ള അവർ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളും ഇന്ത്യയിൽ അതിനെങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. ഇപ്പോൾ കൂടുതലായിട്ട് പാകിസ്ഥാനി പൊളിറ്റിക്സ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ നടന്നിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള സ്ട്രാറ്റജീസും, എങ്ങനെയാണ് ഇതിനെ പ്ലാൻ ചെയ്ത് അതെങ്ങനെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തു, അതിൻ്റെ ഇടയിൽ പറ്റിയ പാളിച്ചകൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് അവരെങ്ങനെ കൗണ്ടർ ചെയ്തു, അങ്ങനെ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ ഈ സാധനം പോകുന്നുണ്ടായിട്ട്. നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ന്യൂസിൽ കൂടെ മാത്രമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന സാധനം, പത്രവാർത്തകളിലൂടെ പണ്ടത്തെ കാലത്ത് ന്യൂസിൽ കൂടെയൊക്കെ മാത്രം ഇങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ കാർഗിൽ യുദ്ധം നടന്നു, ഇത്രയും പോസ്റ്റുകൾ അവർ പിടിച്ചടക്കി, എയർഫോഴ്സ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു, ഇവിടെയൊക്കെ ബോംബിട്ടു എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് മാത്രമല്ലാതെ ലോകത്ത് തന്നെ ഹിസ്റ്ററിയിലെ ഇത്രയും വലിയൊരു ഓപ്പറേഷനൊക്കെ അവർ ചെയ്തു എന്നുള്ളത് നല്ല നീറ്റായിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്, നല്ല അസാധ്യ മേക്കിംഗ് ആണ്. ഞാനത് ആദ്യം പറഞ്ഞില്ല, ഇവർ AI ആയിരിക്കും വെറുതെ അലമ്പായിട്ട് വിടും എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അങ്ങനെയൊന്നല്ലായിരുന്നു. നല്ല വെടിപ്പായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു നല്ല ക്വാളിറ്റി ഒരു സാധനം. നമ്മളിപ്പോൾ ഏരിയൽ കോമ്പാക്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം, ഫുൾ ഫ്ലൈറ്റാണ്. അതിൻ്റെ ഒരു ടെറൈൻ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളതും എവിടെയും എനിക്കൊരു ഫീൽ എവിടെയും ഫീൽ ചെയ്തില്ല. നല്ല നാച്ചുറലായിട്ട് ഇവർ മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഇസ് ടോപ്പ് നോച്ച്. ആൻഡ് കാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ അടുത്ത് ഗംഭീര സാധനം. ഈ റിയലായിട്ടുള്ള ആൾക്കാരെയും റിയൽ ഇൻസിഡൻസും ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാരലി നമുക്ക് ഇടയ്ക്ക് ഓരോ ഫോട്ടോഗ്രാഫ് പോലെയും വീഡിയോസ് പോലെയൊക്കെ നമുക്ക് കാണിച്ചു തരും. അവിടെ പോയിട്ട് ഇപ്പോൾ മറ്റേ നവാസ് ഷെരീഫ് അവിടെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, വാജ്പേയി ഇവിടെ ഉള്ള സാധനങ്ങൾ, അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കാസ്റ്റിംഗ് ഉണ്ടല്ലോ, ഇത് അസാധ്യമാണ്. അടിപൊളി കാസ്റ്റിംഗ് ആണ്. അടിപൊളിയായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥൊക്കെ നല്ല പെർഫോമൻസ്. പക്ഷേ ഇപ്പോൾ സിദ്ധാർത്ഥൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആളെ വെച്ചിട്ട് അവളൊരു ആക്ടർ മാത്രമാണ്, ഒരു ക്യാരക്ടർ മാത്രമായിട്ടാണ് വിളിച്ചത്. അല്ലെങ്കിൽ ഒരു ഹീറോയിസ് ഒന്നും കൊടുത്തിട്ട് ഈവൺ ഇവർക്ക് ഈ സിനിമാറ്റിക് ലിബർട്ടി എടുത്തിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇവർ കഥയിലേ ഇല്ലാത്ത, ഹിസ്റ്ററിയിലേ നടന്നിട്ടില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ആൾട്ടർ ചെയ്ത് ഒരു സിനിമാറ്റിക് ഫീൽ കൊണ്ടുവരേണ്ട, കുറേ മാസ് സാധനങ്ങളൊക്കെ കൊണ്ടുവരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ കുറേ സാധനങ്ങൾ ഇവർക്ക് ചെയ്യായിരുന്നു. അതൊന്നും ചെയ്യാതെ
വളരെ നീറ്റായിട്ട് നടന്ന കാര്യങ്ങൾ അതേപടി തന്നെ മാത്രം കാണിച്ചിട്ടാണ് ഇവർ പോകുന്നത്. സോ അനാവശ്യ ഹീറോയിസം ഒന്നുമില്ല. ഹീറോയിസം ഉണ്ട്, പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ എന്താണ് നടന്നത് അതാണ് ഹീറോയിസം. റിയൽ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഇവർ കാണിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വെൽ മെയ്ഡായിട്ടുള്ള ടു ദി പോയിൻ്റ് കാണിക്കുന്ന, ഒട്ടും നമ്മളെ ബോറടിപ്പിക്കുക ലാഗടിക്കുകയൊന്നുമില്ലാതെ എല്ലാ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട സാധനമായിട്ട് എനിക്ക് തോന്നി ഓപ്പറേഷൻ സഫേദ് സാഗർ. ഇത് അൺടോൾഡ് സ്റ്റോറി ഓഫ് കാർഗിൽ വാർ എന്നാണ് ഇതിൻ്റെ ഒരു സബ് ടൈറ്റിൽ അല്ലെങ്കിൽ സബ് ടെക്സ്റ്റ് തന്നെ. സോ നമുക്കറിയില്ല ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലെ പുറം ലോകത്തിന് അറിയില്ല. ഇത് നമ്മൾ ഈ ന്യൂസിൽ കൂടെ മാത്രമേ കേട്ടിട്ടുള്ളൂ. സോ അത് നല്ല നീറ്റായിട്ട്, അല്ല അൺബിലീവബിൾ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ അവരെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് അവരെങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് നീറ്റായിട്ട് കാണിക്കുന്ന ഒരു സീരീസ്. 6 എപ്പിസോഡുകളുള്ളൂ. മലയാളം ഡബ്ബ് അടക്കമുണ്ട്. ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്. നല്ല ഡബ്ബായിരുന്നു, നല്ല നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെറ്റ്ഫ്ലിക്സിലുണ്ട്, കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.